മുത്തുനബി ഒരാളോട് സ്വപ്നത്തിൽ വന്നിട്ട് പറയാണ്, നിങ്ങൾ ഇന്നാലിന്ന ആളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ആ ആളോട് എന്റെ സലാം പറയണേ. അങ്ങനെ പറയുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ സലാം, അള്ളാന്റെ റസൂൽ സലാം പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ ആ മഹാനത പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു പോകുന്നു. മഹാന്മാരുടെ ചരിത്രത്തിൽ കാണാം, മഹാനായ അലി ഇബ്നു ശൈബാൻ മഹാനവറുകൾ അവിടുന്ന് ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഒരാള് വന്നു ചോദിച്ചു, ഈ അലി എന്ന് പറയുന്ന മഹാൻ ആരാണ്? ശിഷ്യന്മാര് കാണിച്ചു കൊടുത്തു, ഇദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ മഹാന്റെ അടുക്കലേക്ക് വന്ന ആള് പറയാണ്, ഇന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം, ഞാൻ കഴിഞ്ഞ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടുണ്ട്. ആ സ്വപ്നത്തിൽ ഹബീബായ തങ്ങളെ ഞാൻ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, നീ അലി ഇബ്നു ശൈബാൻ എന്ന് പറയുന്ന ആളെ അന്വേഷിക്കണം. ആ ആളെ കണ്ടാൽ എന്റെ ഒരു സലാം പറയണം. നിങ്ങൾ ആലോചിച്ചു നോക്കി, ആരുടെ സലാമാണ്? മുത്തുനബി ഒരാളോട് സ്വപ്നത്തിൽ വന്നിട്ട് പറയാണ്, നിങ്ങൾ ഇന്നാലിന്ന ആളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ആ ആളോട് എന്റെ സലാം പറയണേ. അങ്ങനെ പറയുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ സലാം, അള്ളാന്റെ റസൂൽ സലാം പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ ആ മഹാനത പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു പോകുന്നു. പരിസരം മറന്നു പോവുകയാണ്, വല്ലാതെ കരയുകയാണ്. ആ വന്നാള് തിരിച്ചു പോയപ്പോ ശിഷ്യന്മാര് ചോദിക്കുന്നു, അല്ലയോ അല്ലാഹുവിന്റെ റസൂലിന്റെ സലാം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ വിഷയമല്ലല്ലോ. എന്തേ സഹോദരന്മാരെ, സഹോദരിമാരെ, സലാമിന്റെ അർത്ഥം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. ഈ വാചകം അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിലൂടെ ഒരാളോട് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് വല്ലതും പേടിക്കാനുണ്ടോ? സന്തോഷിക്കേണ്ട സമയത്ത് എന്തിനാണ് നിങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ മഹാന്റെ മറുപടി എന്താണെന്നറിയുമോ? മുത്തുനബി എന്നോട് സലാം പറഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷം തന്നെയാണ്. എന്നാൽ മുത്തുനബി സലാം പറയാൻ മാത്രം ഞാനൊരു അമലും ചെയ്തിട്ടില്ലല്ലോ. ഞാനത്ര വലിയ നിസ്കാരക്കാരനൊന്നുമല്ല, ഞാൻ എല്ലാ ദിവസവും നോമ്പെടുക്കുന്നവനല്ല, വലിയ അമലുകളൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ ആകെ എനിക്ക് പറയാനുള്ളൊരു ഗുണം എന്താണെന്നറിയുമോ? അതേ, ലമ്മാ സമിഅതു ഇസ്മ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കേട്ടപ്പോഴെല്ലാം ഒരു മടിയും കൂടാതെ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വലാത്ത് ഒരിക്കലും തന്നെ വിട്ടുപോകരുത്. അല്ലാഹു ആ വലിയ മഹബ്ബത്തിന്റെ അഹലുകാരിൽ നമ്മളെയൊക്കെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ മഹബ്ബത്ത് നാവിൽ നിന്ന് ഖൽബിലേക്ക് നീ ഒന്ന് ഇറക്കിത്തരണേ അല്ലാ. നാവിലൂടെ മദ്ഹ് പറയുന്നവർ ധാരാളമുണ്ട്. ഞാനിപ്പോ ഇവിടെ മദ്ഹ് വയല് പറയാണ്. ഖൽബിൽ മഹബ്ബത്തില്ലാതെ നാവിൽ മാത്രം ഒതുക്കല്ലേ അല്ലാ. മദ്ഹ് പാട്ടുപാടുന്ന ധാരാളം ആളുകളുണ്ട്.
നാവിലൂടെ മാത്രമായതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. അള്ളാഹു ഖൽബിലേക്ക് ഇറങ്ങുന്ന മഹബ്ബത്ത് കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ.